അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. പ്രിയപ്പെട്ട മക്കളെ, 3-ാം ക്ലാസ്സിലെ ദുറൂസിലെ രണ്ടാമത്തെ പാർട്ടിലെ 15ാമത്തെ പാഠം. എന്താ പാഠത്തിൻ്റെ പേര്? അൽ ബൈത്തുൽ അതീഖ്. അൽ ബൈത്തുൽ അതീഖ് എന്നുള്ള പാഠം കേട്ടോ. വായിച്ചു നോക്കാം നമുക്ക് അല്ലേ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. സന്തോഷം ഉണ്ടാവും, വിശ്വാസി പറയും അൽഹംദുലില്ലാഹ്. ആദ്യമായി കഅബ ഷരീഫ കണ്ടതിലുള്ള സന്തോഷവും ഭക്തിയും അവരെ പുളകമണിയിച്ചു. അവർ മത്വാഫിലേക്ക് ഇറങ്ങി തവാഫ് ചെയ്തു. ശേഷം സഅയ് ചെയ്തു. മുടി കളഞ്ഞു. ഉംറ പൂർത്തിയാക്കി. ഉംറ ചെയ്ത് കഅബത്തിൻ്റെ അടുത്ത് പോയി കഅബനെ ഹജറുൽ അസ്വദ് വലതുഭാഗത്താക്കി 7 വട്ടം ചുറ്റിയ ആ കഅബത്തിൻ്റെ മുറ്റത്തിനെ പറ്റിയാണ് മത്വാഫ് പറയുക. കഅബൻ്റെ പരിസരമുള്ള സ്ഥലം, ചുറ്റുന്ന സ്ഥലം മത്വാഫ്. അവിടെ ഇങ്ങനെ 7 വട്ടം ചുറ്റി. എന്നിട്ട് പിന്നെ സൊഫ മറവിൻ്റെ അടി പോയി. അവിടെ സൊഫയിൽ നിന്ന് മറുവയിലേക്കും മറുവയിൽ നിന്ന് സൊഫയിലേക്കും 7 വട്ടം മൊത്തം നടന്ന് ഇങ്ങോട്ടോ മുടിയും കളഞ്ഞ് ഉംറ ചെയ്തു. ആരാ ഉംറക്ക് പോയത്? മുഹമ്മദ് ഹാജിയും മകൻ നൗഫലും പരിശുദ്ധ കഅബയെ നോക്കി മതാഫിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷം കൊണ്ട് നൗഫൽ ഉപ്പാ കഅബയുടെ ആ ഭാഗത്ത് വളച്ചു കെട്ടിയ സ്ഥലങ്ങളുണ്ടല്ലോ, അത് എന്താണ്? ആ കഅബനോട് ചാരി കഅബൻ്റെ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും മക്കളെ. അതിൻ്റെ താഴെ ഉണ്ടാകും എന്ത്? കുറച്ച് വളഞ്ഞു കെട്ടിയ സ്ഥലം. മക്കളെ ഇതാ ഞാൻ ഗൂഗിളിൽ പിടിച്ചിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടപ്പോൾ ഇവിടെ കണ്ടോ? കഅബനോട് ചാരിങ്ങാണ്ടൊരു കെട്ട് കണ്ടോ? ഇങ്ങനെ കട്ടുകൊണ്ട് ഇങ്ങനെ കെട്ടിയിരിക്കണ്. കെട്ടെന്താ അല്ലാഹു അലം. അവിടെ കണ്ടോ? മുകളിൽ കണ്ടോ? അത് കണ്ടോ? ഈ ഫോട്ടോത്തിൽ കണ്ടോ? ആ റെഡ് വരച്ചത് കണ്ടോ? ആ റെഡ് വരച്ച സ്ഥലം കഅബ. അവിടേക്ക് മറ്റോടത്തൊക്കെ നല്ല ആൾക്കാർ തിരക്കി നിൽക്കുന്നുണ്ട്. ആളുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലം അല്ലേ? ആ കെട്ടിയ സ്ഥലം. അതാ ഇപ്പം നൗഫൽ ചോദിക്കുന്നത്. ആ കഅബയുടെ ആ ഭാഗത്ത് വളച്ചു കെട്ടിയ സ്ഥലം ഉണ്ടല്ലോ, അത് എന്താണ്? കണ്ടില്ലേ? അല്ലാ. മുഹമ്മദ് ഹാജി മോനെ, അതിൻ്റെ പിന്നിൽ വലിയ ഒരു ചരിത്രമുണ്ട്. വലിയൊരു ചരിത്രമുണ്ട്. പറയട്ടെ. മലക്കുകളാണ് ആദ്യമായി പരിശുദ്ധ കഅബ നിർമ്മിച്ചത്. പിന്നീട് പലപ്പോഴായി പലരും അത് പുനർനിർമ്മിച്ചിട്ടുണ്ട്. ആദ്യം കഅബ ഉണ്ടാക്കിയതാരാ? മലക്കുകൾ. പിന്നെ ഓരോ കാലഘട്ടത്തിലും പലരും പുനർനിർമ്മിച്ചിട്ടുണ്ട്, പുതുക്കി പണിതിട്ടുണ്ട്. ഇതിൽ പ്രധാനിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്മൾ പഠിച്ചില്ലേ? വലിയ പെരുന്നാളിൻ്റെ പാഠത്തിൽ പഠിച്ചില്ലേ? കഴിഞ്ഞ റബീഉൽ അവ്വലിന് മുമ്പ്. അതന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 35 വയസ്സ് പ്രായമുള്ളപ്പോൾ ഖുറൈശികൾ കഅബ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു. എന്തേ തീരുമാനിച്ചാൻ കാരണം? വെറുതെ വിളിച്ചല്ല. മലവെള്ളപ്പാച്ചിൽ കാരണം കഅബക്ക് കേടുപാടുകൾ സംഭവിച്ചതിനാലാണ് അവർ പുനർനിർമ്മാണത്തിനിറങ്ങിയത്. അങ്ങനെയുണ്ട്. വഖഫ് ചെയ്യപ്പെട്ട പള്ളി മദ്രസ ഒന്നും വെറുതെ തച്ച് വിളിച്ചാൻ പറ്റൂല. നമ്മൾ 4 ആൾക്കാർ ഗൾഫിൽ പോയി കുറേ പൈസ ഉണ്ടാക്കി ആ പേരും പറഞ്ഞുകൊണ്ട് നല്ലൊരു പള്ളി തച്ച് പൊളിക്കൽ ഹറാമാണ്, വിളിച്ചാൻ പറ്റൂല. ഇത് കഅബ കേട് പറ്റിയിരിക്കണം. വെള്ളപ്പൊക്കം കൊണ്ടേ വെള്ളപ്പാച്ചില്ല, അപ്പം നിർമ്മിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യും
നിർമ്മാണ പ്രവർത്തനങ്ങൾ സജീവമായി പങ്കെടുത്തു. ആളുകൾക്ക് ജോലികൾ വീതിച്ചു കൊടുത്തുകൊണ്ടായിരുന്നു നിർമ്മാണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്ല് ചുമക്കുന്ന വിഭാഗത്തിലായിരുന്നു. കണ്ടോ, ഇങ്ങനെ പണിയൊക്കെ എടുക്കുമ്പോൾ ഓരിയേക്കണം. മദ്രസ വൃത്തിയാക്കാന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി പുല്ലൊരിക്കാൻ നിൽക്കുകയല്ല. കുറച്ച് ആൾക്കാർ നിങ്ങൾ 4 ആൾക്കാർ മാറാളൊക്കെ തട്ടിക്കൊള്ളിട്ടോ. ഓക്കെ ഉസ്താദെ നിങ്ങൾ ഈ മദ്രസൻ്റെ മുൻപിലുള്ള ആ അത്ര സ്ഥലം പുല്ല് നിങ്ങൾ കുറച്ച് വൃത്തിയാക്കാൻ കേട്ടോ. ഞങ്ങൾ വലതുഭാഗത്തുള്ള ആ ഭാഗത്തുള്ള പുല്ലൊക്കെ അടിച്ച് വൃത്തിയാക്കാം. പെൺകുട്ടികൾ ഞങ്ങൾ ഉസ്താദെ ആ 1-ാം നില ഞങ്ങൾ അടിച്ചു പോയി വൃത്തിയാക്കിക്കോളാം, മറ്റൊരു ഉസ്താദ് ഞങ്ങൾ തുടച്ചോളാം. അങ്ങനെ ജോലി ഓഹരി വെക്കണം. അപ്പോൾ എല്ലാവർക്കും വലിയൊരു പണി എടുക്കുമ്പോൾ സമയം ഒരുപാട് പോവുകയും ചെയ്യും, ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. നിർമ്മാണത്തിന് വിശുദ്ധമായ ധനം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഖുറൈശികൾ തീരുമാനിച്ചിരുന്നു. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് കഅബ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ചു. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ച അതേ അടിത്തറയിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ആവശ്യമായ വിശുദ്ധ പണം തികയുമായിരുന്നില്ല. പൈസ എല്ലാം കൂട്ടി നോക്കുമ്പോൾ, കൊണ്ടുവന്ന ആൾക്കാർ പൈസ കൊണ്ടുവന്ന് നോക്കി ധനം കൊണ്ട് എണ്ണി നോക്കുമ്പോൾ അത് ഫുള്ളെടുക്കാനുള്ള പണിയില്ല, പൈസ അല്ല. അപ്പം എന്ത് ചെയ്ത് ഇക്കാരണത്താൽ അല്പഭാഗം പുറത്താക്കി ഇപ്പോൾ കാണുന്ന രീതിയിൽ പണി തീർക്കുകയായിരുന്നു. വളച്ചു കെട്ടിയ ഭാഗം ഹിജ്ർ ഇസ്മായിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിലെ സിംഹഭാഗവും കഅബ ശരീഫയിൽ പെട്ടതാണ്. അവിടെ വെച്ചുള്ള നിസ്കാരം കഅബയിൽ വെച്ചുള്ള നിസ്കാരം പോലെയാണ്. അത് കഅബയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ വളച്ചു കെട്ടിയിരിക്കുന്നത്. അപ്പോൾ കഅബൻ്റെ ഉള്ളിൽ കയറി നിസ്കരിച്ച് അതേ കൂലി കുട്ടികളെ നിസ്കരിച്ചാൽ ഹിജ്ർ ഇസ്മായിൽ നിസ്കരിച്ചാൽ, ഹിജ്ർ ഇസ്മായിൽ മനസ്സിലായില്ലപ്പോൾ. പുനർനിർമ്മാണ സന്ദർഭത്തിൽ പല സംഭവങ്ങളുമുണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൽ ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെക്കലായിരുന്നു. കഅബ പൊളിച്ചില്ലേ, ഈ കല്ല് ഹജറുൽ അസ്വദ് സ്വർഗത്ത് പറഞ്ഞ കല്ലാണ്. ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തുനിന്ന് പോകുന്നപ്പോൾ കൊടുക്കുന്ന കല്ലാണ് അൽ ഹജറുൽ അസ്വദ്. അതിൻ്റെ ഫസ്റ്റത്തെ പേരാതൊന്നുമല്ല, പിന്നെ കിട്ടിയ പേരാ അൽ ഹജറുൽ അസ്വദ് കേട്ടോ. കറുത്ത കല്ല്. ആ കല്ല് ആരാണ് കല്ല് വെക്കേണ്ടത് എന്ന കാര്യത്തിൽ ഗോത്രക്കാർക്കിടയിൽ തർക്കമുള്ളലെടുത്തു. ഞാൻ പറഞ്ഞില്ല, അന്ന് ഒരുമല്ലാത്തൊരു കാലഘട്ട. എല്ലാവരും ഞാൻ നമ്മൾ നില്ല ഇല്ല, ഞാൻ സാഹോദര്യമില്ലാത്തൊരു കാലഘട്ടം. അപ്പോൾ ആരാണ് ഹജറുൽ അസ്വദ് കഅബമ്മ വെക്കുക തർക്കായി. ഷണ്ടമൂത്ത് യുദ്ധത്തിൻ്റെ വക്കോളമെത്തി. അപ്പോൾ കാരണവരായ അബൂ ഉമയ്യ പറഞ്ഞു, തർക്കം തീർക്കാൻ ഞാനൊരു പരിഹാരം നിർദ്ദേശിക്കാം. ബനൂ ശൈബ വാതിലിലൂടെ ആദ്യം കടന്നു വരുന്നയാളെ നമുക്ക് വിധികർത്താവാക്കാം. കഅബൻ്റെ ഒരു ഡോറാണ് അബൂശൈബ. ഈ അബൂശൈബ എന്ന് പറഞ്ഞ വാതിലിൻ്റെ ഉള്ളിൽ കൂടി ഇപ്പം ആരാ കടന്നു വരുന്നത്? ഓല് കല്ലെടുത്ത് വെച്ചോട്ടെ, അല്ലാതെ ഒരു പരിഹാരം വേണ്ടേ. ഈ നിർദ്ദേശം അങ്ങനെ കല്ലെടുത്തോളം അയാളെ നമുക്ക് മധ്യവർത്തിയാക്കാം. വാതിലിലൂടെ ആദ്യം കടന്നു വരുന്നയാളെ നമുക്ക് വിധികർത്താവാക്കാം. ഏത് കുടുംബമാണ് കല്ലെടുത്ത് വെക്കേണ്ട അയാൾ പറയും പോലെ ചെയ്യാൻ. ഈ നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചോ. അവർ ആകാംക്ഷയോടെ കാത്തുനിന്നു. അതാ വരുന്നു അൽ-അമീൻ. എല്ലാവർക്കും സന്തോഷമായി. അവർ ഒന്നിച്ചു പറഞ്ഞു, ഇതാ അൽ-അമീൻ, ഞങ്ങൾക്ക് തൃപ്തിയായി. നബിക്ക് അന്ന് 35 വയസ്സല്ലേ ഉള്ളൂ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കണ്ണിലുണ്ണിയായിരുന്നു, എല്ലാവർക്കും വിശ്വസ്തനായിരുന്നു. വിലപിടിച്ച വസ്തുക്കൾ സൂക്ഷിക്കാൻ അവർ ഏൽപ്പിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അന്ന് ബാങ്കൊന്നും ഇല്ലല്ലോ, അപ്പോൾ പൈസയും സ്വർണ്ണമൊക്കെ നോക്കാൻ വേണ്ടി ആരായി കൊണ്ടേ കൊടുക്കും? അല്ലമീൻ്റെ കയ്യിൽ കൊണ്ട്. അത്ര വിശ്വസ്ത, വഞ്ചിക്കൂല എന്നുള്ളവർക്ക് ഉറപ്പാണ്. പ്രശ്നം കേട്ട് മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രശ്നം കേട്ടില്ല, പ്രശ്നം കേട്ട് മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തട്ടം നിലത്ത് വിരിച്ചു. അൽ ഹജറുൽ അസ്വദ് അതിൽ എടുത്തു വെച്ചു. തട്ടം കെട്ടി വിരിച്ച്, ഷാള് വിരിച്ച്, ഷാൾക്ക് എന്ത് ചെയ്ത് ഹജറുൽ അസ്വദ് കയറ്റിച്ചു. എല്ലാ ഗോത്ര നേതാക്കളോടും തട്ടത്തിൻ്റെ അറ്റങ്ങൾ പിടിക്കാൻ പറഞ്ഞു. എല്ലാവരും കൂടി അത് ഉയർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തൃക്കരം കൊണ്ട് കല്ലെടുത്ത് യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു. അതോടെ തർക്കം തീർന്നു. ഓ നമ്മോ, ആരാ നബിലേ ഒരു യുദ്ധം ഒഴിവാക്കി അവിടെ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകും അവിടെ. ഞാൻ വെക്കും, ഞങ്ങൾ വെക്കും, ഞാൻ വെക്കും, ഞങ്ങൾ വെക്കും പറഞ്ഞു കാണും. ഓ, ചെറുപ്പത്തിലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ കൂടി പരിശുദ്ധ കഅബയെ നോക്കി അവർ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പുറത്തേക്ക് നടന്നു നീങ്ങി. ആര്? മുഹമ്മദ് ഹാജി നൗഫലും കഅബനെ ഒന്നും കൂടി നോക്കി കാണാൻ ചെയ്തു, തിരിച്ചു പോന്നു. കാനൽ അമീനു ഹകമൻ ഹകീമാ, അൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്തിമാനായ മധ്യസ്ഥനായിരുന്നു. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ മക്കളെ, ആരാണിപ്പോൾ ഹജറുൽ അസ്വദ് കഅബത്തുമ്മക്ക് വെച്ചത്? ആരാണ് ഹജറുൽ അസ്വദ് കഅബത്തുമ്മക്ക് വെച്ചത്? ആര്? കാരണവന്മാരോ? ആരാണ്? ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച്. കാരണം ഓൻ പൊന്തിച്ചിട്ടല്ലേ ഉള്ളൂ, ഓന് ഷാള് പൊന്തിച്ചിട്ടല്ലേ ഉള്ളൂ. ഷാളിന്ന് എടുത്തിട്ടാരാ വെച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല വെക്കണതല്ല മീനാണെന്നുള്ളത്. ഓലൊക്കെ ഞങ്ങൾ പൊന്തിച്ചു, ഞങ്ങൾ പൊന്തിച്ചു. വെച്ചിക്കണതാരാ നോക്കുന്നത്? വെച്ചത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് ഈ തദ്രീബാത്തിലെ ബോക്സ് മറക്കരുത്. കാനൽ അമീനു ഹകമൻ ഹകീമാ. നഖറഉ വനഫ്അമു, വായിച്ച് മനസ്സിലാക്കാം. അൽ ബൈത്ത് പറഞ്ഞാൽ കഅബ, അൽ ബൈത്ത് പറഞ്ഞാൽ കഅബൻ്റെ പേര് അൽ ബൈത്ത്. അൽ അത്തീഖ് പറഞ്ഞാൽ പുരാതനം, പഴയ. അൽ അത്തീഖ് പുരാതനം. ഹക്കമ് എന്ന് പറഞ്ഞാൽ വിധികർത്താവ്. യഥാസ്ഥാനം പറഞ്ഞാൽ ശരിയായ സ്ഥലം. പുനർനിർമ്മാണം എന്ന് പറഞ്ഞാൽ വീണ്ടും നിർമ്മിക്കൽ, പുതുക്കി പണിയാം. ഷന്തി ഷന്തി ഷണ്ട 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 പറഞ്ഞാൽ വഴക്ക്. പിന്നെ കണ്ണിലുണ്ണി പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ. കണ്ണിലുണ്ണിയാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. സഅയ് ഹജ്ജിൻ്റെയോ ഉംറയുടെയോ ഭാഗമായി സഫ മർവ മലകൾക്കിടയിലുള്ള നടത്തം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. മത്വാഫ് കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യുന്ന സ്ഥലം, കഅബൻ്റെ ചുറ്റുഭാഗം, കഅബക്ക് ചുറ്റുമുള്ള തവാഫ് ചെയ്യുന്ന സ്ഥലം. ഹിജ്ർ ഇസ്മായിൽ കഅബയിൽ പെട്ടതും കെട്ടിടത്തിന് പുറത്തുള്ളതുമായ സ്ഥലം. കഅബയിൽ പെട്ടതും കെട്ടിടത്തിന് പുറത്തുള്ളതുമായ സ്ഥലം. അൽ ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കല്ല്. അത് കഅബയുടെ തെക്കു കിഴക്ക് മൂലയിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു മൂലക്ക് രണ്ട് ഭാഗം ഉണ്ടാകുമല്ലോ, അപ്പോൾ തെക്ക് കിഴക്ക് മൂലയിൽ സ്ഥിതി ചെയ്യുന്നു. പുളകമണിയിച്ചു എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷിച്ചു. ഇങ്ങനെ ഉജീബാണ്, ഉത്തരം പറയാനാണ്. ഉത്തരം ഇതാ. ഖുറൈശികൾ കഅബ പുനർനിർമ്മാണം നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 35. നിർമ്മാണ പ്രവർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
എന്ത് ജോലിയാണ് നിർവഹിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ല് ചുമക്കുന്ന വിഭാഗത്തിലായിരുന്നു. കല്ല് ചുമക്കുന്ന ജോലി. 3. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയ തറയിൽ പൂർണ്ണമായും ഖുറൈശികൾ കഅബ നിർമ്മിക്കാതിരുന്നത് എന്തുകൊണ്ട്? നിർമ്മാണം പൂർത്തിയാക്കാൻ ആവശ്യമായ വിശുദ്ധധനം തികയാത്തത് കൊണ്ട്. 4. കഅബയോട് ചേർന്ന് പ്രത്യേകം വളച്ചുകെട്ടിയ സ്ഥലത്തിന് എന്താണ് പേര്? ഹിജ്ർ ഇസ്മായിൽ. 5. അൽ ഹജറുൽ അസ്വദ് കഅബയുടെ ഏത് ഭാഗത്താണ്? കഅബയുടെ തെക്ക് കിഴക്ക് മൂലയിൽ സ്ഥിതി ചെയ്യുന്നു. കഅബയുടെ തെക്ക് കിഴക്ക് മൂലയിൽ. പുനർനിർമ്മാണ സന്ദർഭത്തിൽ ഏത് വിഷയത്തിലാണ് ഗോത്രങ്ങൾക്കിടയിൽ തർക്കമുണ്ടായത്? അൽ ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെക്കുന്ന വിഷയത്തിൽ. 7. തർക്കം തീർക്കാൻ അബൂ ഉമയ്യ നിർദ്ദേശിച്ച പരിഹാരമെന്ത്? ബനൂ ശൈബ വാതിലിലൂടെ ആദ്യം കടന്നു വരുന്നയാളെ നമുക്ക് വിധികർത്താവാക്കാം. 8. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് തർക്കം പരിഹരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ തട്ടം നിലത്ത് വിരിച്ചു. അൽ ഹജറുൽ അസ്വദ് അതിൽ എടുത്തു വെച്ചു. എല്ലാ ഗോത്ര നേതാക്കളോടും തട്ടത്തിൻ്റെ അറ്റങ്ങൾ പിടിക്കാൻ പറഞ്ഞു. എല്ലാവരും കൂടി അത് ഉയർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തൃക്കരം കൊണ്ട് യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു. അതോടെ തർക്കം തീർന്നു. വാക്യം ഉണ്ടാക്കാനാ അല്ലേ? വാക്യം ഉണ്ടാക്കാൻ. പുളകമണിയിച്ചു. കഅബ കണ്ടതിലുള്ള സന്തോഷം അവരെ പുളകമണിയിച്ചു. കേടുപാടുകൾ. വെള്ളപ്പാച്ചിലിൽ കഅബക്ക് കേടുപാടുകൾ സംഭവിച്ചു. മലവെള്ളപ്പാച്ചിലാണ് കഅബക്ക് കേടുപാടുകൾ സംഭവിച്ചത്. തർക്കമുണ്ടായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹരിച്ചു. വക്കോളമെത്തി. അവരുടെ തർക്കം യുദ്ധത്തിൻ്റെ വക്കോളമെത്തി. കണ്ണിലുണ്ണി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കണ്ണിലുണ്ണിയായിരുന്നു. നക്തുബ് ഫിഖ്റ. കഅബ പുനർനിർമ്മാണ സമയത്ത് ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടായ തർക്കം. നിർമ്മാണ സമയത്ത് അൽ ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് ആര് വെക്കും എന്നതിനെ ചൊല്ലി യുദ്ധത്തിൻ്റെ വക്കോളമെത്തിയ തർക്കമുണ്ടായി. അപ്പോൾ കാരണവരായ അബൂ ഉമയ്യ തർക്കം തീർക്കാൻ പരിഹാരം നിർദ്ദേശിച്ചു. ബനൂ ശൈബ വാതിലിലൂടെ ആദ്യം കടന്നു വരുന്നയാളെ നമുക്ക് വിധികർത്താവാക്കാം. ആ നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചു. കുറേ ഉണ്ട് ഈ പാടല്ലേ, ഇഷ്ടം പോലെ പഠിച്ചാണ്ട്. ഇനി ഹിജ്ർ ഇസ്മായിൽ എൻ്റെ പറ്റി കണ്ണുക എഴുതുക. കഅബ നിർമ്മാണത്തിന് വിശുദ്ധമായ ധനം മാത്രം ഉപയോഗിക്കുക എന്ന ഖുറൈശികളുടെ തീരുമാനത്തിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ച അതേ രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ആവശ്യമായ വിശുദ്ധധനം തികഞ്ഞില്ല. അതിനാൽ അല്പഭാഗം പുറത്താക്കി വളച്ചുകെട്ടി. ഹിജ്ർ ഇസ്മായിൽ എന്ന പേരിലാണ് ആ ഭാഗം അറിയപ്പെടുന്നത്. അത് കഅബയിൽപ്പെട്ടതാണ്. തഖ്സീസ. ഈ പാഠത്തുനിന്ന് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ പറയാം, മുഹമ്മദ് നൗഫലാജും പറയാ, നമുക്കറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരോട് ചോദിച്ചു പഠിക്കണം. ഒരു ഗുണപാഠതാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി
അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ സംശുദ്ധമായ ധനം മാത്രമേ പറ്റുകയുള്ളൂ. കട്ടുങ്ങാണ്ടൊന്നും ധർമ്മം ചെയ്യാൻ പറ്റൂല. പള്ളിക്ക് സംഭാവന കട്ടുങ്ങാണ്ട് പറ്റുമോ? പറ്റൂല. കൂട്ടം ചേർന്ന് ജോലി ചെയ്യുമ്പോൾ ജോലി പരസ്പരം വീതിക്കുന്നത് നല്ലതാണ്. കൂട്ടം കൂടി ചെയ്യുമ്പോൾ ജോലി ഒഴിച്ചു കൊടുക്കുക നല്ലതാണ്. പ്രശ്നപരിഹാരങ്ങൾക്ക് വിധി പറയുന്നവർ നല്ലവണ്ണം ആലോചിച്ച് തന്ത്രപരമായി വിധി പറയണം. ഇതൊക്കെ ഇതിന് കിട്ടി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അർഹമുർ റഹീമീനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങൾക്കുള്ളവരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ അഷ്റഫുൽ ഖൽഖായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരായി ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കുള്ള രോഗങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാഹ്. ദോഷങ്ങളെല്ലാം പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവരെ ഖബർ സ്വർഗാക്കണേ അല്ലാഹ്. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്. നല്ലവരാക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.